ഇഷ്ടപ്പെട്ട് മേലെ ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈദ് ഷോപ്പിംഗ്. ഈദ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞോടും സ്കൂളും തുറക്കലായി മക്കൾക്ക്. അപ്പം ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്, പിന്നെ ഈദ് ഔട്ടിങ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈദിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഡ്രസ്സിനും എല്ലാം ഡ്രസ്സിൻ്റെ എല്ലാം കളക്ഷൻ നല്ലോണം ഉള്ളൊരു ലുലു ആണിത്. അപ്പോൾ ഇവിടത്തേക്കും പോകുന്നുണ്ട്, പിന്നെ വേറെ ഷോപ്പിലേക്കും പോകുന്നുണ്ട്. നമുക്കങ്ങനെ ഒറ്റൊരു കടയിൽ പോയിട്ടായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാം കൂടി പുതിയ ഓരോ കളക്ഷനെല്ലാം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമെല്ലാം വലിയ നല്ല കളക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഓരോന്ന് വെറൈറ്റി എല്ലാം അങ്ങനെ കാണുന്നുണ്ട്. കിഡ്സിൻ്റെ ഇതായാലും ലേഡീസിൻ്റെതായാലും എല്ലാം ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്. പൊതുവേ നമുക്ക് ഇവിടെ ഗൾഫിലുള്ളവർക്ക് നാട്ടിലത്തെ പോലെ അപ്ഡേറ്റ് ആയിട്ടുള്ള മോഡൽ കിട്ടലില്ല. ഇപ്പം അങ്ങനെ നാട്ടിലത്തെ എല്ലാം കുറച്ചെല്ലാം മോഡലും വെറൈറ്റി മോഡലെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണ്. നാട്ടിൽ പണ്ട് ആലിയ കട്ട് ആ ഒരു ഇതെല്ലാം ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒന്നും കിട്ടാനുണ്ടായിട്ടില്ല. ഞാൻ അന്നേരം കുറേ നോക്കി, അപ്പോൾ ഇവിടെ ഒന്നും അത് കിട്ടാനുണ്ടായിട്ടില്ല. ഇപ്പം എന്താ നാട്ടിലിറങ്ങുന്ന അതുപോലത്തെ ഏകദേശം അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു ഇതാണ് വേണ്ടതെന്നും. പിന്നെ നമുക്കെല്ലാം നോക്കണമല്ലോ. ഡ്രസ്സ് മൊത്തമായിട്ടൊന്ന് ചെക്കിങ് എല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയെല്ലാം ഒന്ന് സെർച്ചിങ്ങിലാണ്. പിന്നെ ഈ കോഡ് സെറ്റ് അങ്ങനത്തെയാണ് ഇറങ്ങിയിട്ടില്ലത്. ഈ മോഡലാണ് ഞാൻ എടുത്തത്. ഇത് കൂട്ടത്തിൽ തന്നെ നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലായതുകൊണ്ട് എടുത്തതാണ്. കോഡ് സെറ്റിൻ്റെത് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഒരേപോലെ തന്നെ കാണുമ്പോൾ ചില കോഡ് സെറ്റെല്ലാം കാണുമ്പോൾ നമ്മളെ നൈറ്റ് ഡ്രസ്സ് എല്ലാം പോലെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ കോഡ് സെറ്റ് തന്നെ വന്നിട്ടില്ലേ നാട്ടിലും. ഇപ്പോൾ കോഡ് സെറ്റ് തന്നെ തോന്നുന്നു മെയിനായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് സെറ്റിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ കൊറിയൻ മോഡൽ കുറേ ഡ്രസ്സ് വന്നിട്ടുണ്ട്. കൊറിയൻ മോഡൽ ജാക്കറ്റ്, പിന്നെ സ്കേർട്ട്, അങ്ങനെയുള്ള പഫി ആയിട്ടുള്ള സ്ലീവ് വരുന്ന ആ ടൈപ്പ് കുറേ കുട്ടികൾക്കായാലും കൊറിയൻ മോഡൽ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ബോയ്സിനെല്ലാം ഉണ്ടല്ലോ കളർഫുള്ളായിട്ടുള്ള ഷർട്ടും, പിന്നെ ലൂസായിട്ടുള്ള ക്യാൻവാസിൻ്റെ പാൻറ്റും, അതുപോലത്തെ അങ്ങനത്തെ ഐറ്റംസ് തന്നെ മിക്കവാറും അതന്നെ ഇവിടെയും വന്നിട്ടില്ല കേട്ടോ. കൊറിയൻ മോഡൽ കുറേ വന്നിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് ഇല്ല കുറേ ടൈപ്പ് ഡ്രസ്സും ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ടൈനി ആയിട്ടുള്ള ചെറിയ കുഞ്ഞു കുങ്കിരികൾക്കുള്ള ഡ്രസ്സ്
കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കി, ചെറുതായിട്ടില്ലേ. അവർക്കത് കംഫർട്ടൊന്നും ആവില്ല, എന്നാലും ചില ഡ്രസ്സെല്ലാം നല്ല ക്ലോത്തിൻ്റെ എല്ലാം നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അങ്ങനത്തെ എന്തെല്ലോ കളക്ഷൻ ഉണ്ട്. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതെല്ലാം ഈ ഇൻഫൻസിൻ്റെ സെക്ഷനാണിത്. അപ്പോൾ ഇതിൽ ചിലതെല്ലാം എൻ്റെ കുട്ടിക്കൊരു 4 വയസ്സിൽ മോളുണ്ട്. അപ്പോൾ ആവുമെന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ചെറിയ ചുട്ടു ഡ്രസ്സ് കണ്ടത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ക്യൂട്ട്നെസ് കൊണ്ട് ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. കുറേ എന്തെല്ലോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എല്ലാം നല്ല നല്ല കളക്ഷൻ ഉണ്ട്. അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്. ഇങ്ങനെ സ്യൂട്ടായിട്ടുള്ള ഷർട്ടും ഓവർകോട്ടും പിന്നെ ഇത് സൂട്ടും ടൈയും ഇതെല്ലാം വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. കുഞ്ഞു മനുഷ്യനിടാ, അവരൊന്നും ഇത് ഇട്ടാൽ തന്നെ ഊരി കളയുമായിരിക്കും, എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി. അങ്ങനെ നമ്മൾ ഓരോ കളക്ഷനും ആദ്യം പോയിട്ട് സമയമുണ്ട്, അതുകൊണ്ട് ടൈം എടുത്തിട്ട് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായി രാത്രി സമയത്താണ് പോയിന്. നോമ്പെല്ലാം മുറിച്ച ശേഷം പോയി. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കിയെന്ന്. അപ്പോൾ ഇങ്ങനത്തെ മോഡലും കോഡ് സെറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് എല്ലാം ഒരേ പാറ്റേണിലും പിന്നെ കുറച്ചിങ്ങനെ വെറൈറ്റി എല്ലാം ഉള്ള പാറ്റേണിലും എല്ലാം കോഡ് സെറ്റെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു മോഡലായിട്ടില്ലേ, ഇതുപോലത്തെ ഞാൻ മറ്റേ ചുങ്കിണിയുടെ മാക്സി ഡ്രസ്സെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കോളറിൻ്റെ അടുത്ത് കുറച്ച് വർക്കായിട്ട് അതൊരു കോഡ് സെറ്റായിട്ട് അതൊരു മോഡൽ ഡ്രസ്സ് അങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കളക്ഷനും മാറി മാറി നോക്കിയെന്ന്. പിന്നെ വെസ്റ്റേൺ കളക്ഷനിൽ എന്തെല്ലോ വെറൈറ്റി എല്ലാം കാണുന്നുണ്ട് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിൽ. പിന്നെ ഈ കോഡ് സെറ്റ് ഡ്രസ്സല്ലാതെ പിന്നെ ടോപ്പ് കുറച്ച് സൈസ് XXL ആ ഒരു സൈസിലുള്ളവർക്ക് കിട്ടാൻ വിഷമല്ലേ, അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷനുണ്ട്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഓവർ കോട്ടും ജാക്കറ്റെല്ലാം ആയിട്ടുള്ള ആ ഒരു മോഡൽ. ഇത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്, അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആ ഒരു ടൈപ്പ്. പിന്നെ നല്ല കോട്ടൻ്റെ ടോപ്സ് അതുപോലെയുള്ള കളക്ഷൻസ്. പിന്നെ നാട്ടിലെല്ലാണെങ്കിൽ നമ്മൾ പെരുന്നാൾക്ക് 2-3 ദിവസം പർച്ചേസിങ്ങിനായിട്ട് തന്നെ പോകും. മെയിനായിട്ട് ഉമ്മാരെ കഴിയുമ്പോൾ നല്ല ചീത്തയും കിട്ടും, എന്നാലാണെങ്കിൽ ഒന്ന് തൃപ്തിയാവും ചെയ്യില്ല, മനസ്സിൽ വിചാരിച്ച് കിട്ടുകയും ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഇങ്ങനെ ഓവറായിട്ട് നോക്കുന്നില്ല. ഈടുന്നെല്ലാകുമ്പോൾ വേഗം നമ്മൾ പെരുന്നാളിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ പോവും, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്നെല്ലാം പോയിട്ടാണെല്ലാം എടുക്കൽ. അങ്ങനെ പോവും, എടുക്കും, വരും. എന്തായാലും പോയി നോക്കും. അങ്ങനെ ഇതെല്ലാം ഓരോരോ മോഡൽ, ചിലതൊന്നും രസമില്ല. ഇതെല്ലാം മറ്റേ പാർട്ടി വെയർ ആ ഒരു ടൈപ്പിലുള്ളത് ജസ്റ്റ് ഞാനൊന്ന് നോക്കിയതാണ്. വലിയ രസമൊന്നുമില്ല, ചിലത് ഓരോന്ന് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കഫ്താൻ ടൈപ്പിൽ വരുന്ന ഡ്രസ്സ്. കഫ്താൻ ടൈപ്പിൽ കുറേ മോഡലുണ്ടായിന്. ഇത് പിന്നെ ലെങ്കി മറിയുന്ന ഇവർ അബായക്ക് പകരം വേണമെങ്കിൽ ഇടാം, ബെൽറ്റെല്ലാം ആയിട്ട് ലെങ്കി മറിയുന്ന ഒരു മോഡൽ. ഇതെല്ലാം അറബിക്ക് അവർക്കെല്ലാം സൂട്ടാവും.
പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാർഫ് എടുക്കാം, ഡ്രസ്സ്, സ്കാർഫ്, ചെരുപ്പ്, പിന്നെ ഹെയർ ആക്സസറീസ് വേണമെങ്കിൽ അതും, കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെ എല്ലാം നമുക്ക് ഓൾ ഇൻ വൺ ആയിട്ട് എടുത്തിട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോപ്പ് പ്രിഫർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈം അങ്ങനെ ലാഭിക്കാൻ പറ്റും. നമ്മൾ നാട്ടിൽ നിന്നാകുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു കട, ആദ്യം അത്, പിന്നെ ഒരു ചെരുപ്പിൻ്റെ കട, പിന്നെ എന്താ പറയണ്ടത് ഫാൻസി, അങ്ങനെ പോകുന്നതായിട്ടല്ല നമ്മൾ സമയമെല്ലാം പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാർഫും ഡ്രസ്സും എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാൻ പറ്റും. ലുലുന്ന് വാങ്ങേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ നോക്കാം ആദ്യം. പക്ഷെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും എല്ലാം ഉണ്ട്. കുറച്ച് റേറ്റ് ഉണ്ടാവും, എന്നാലും നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അങ്ങനെ കളറ് പോവോ എല്ലാ മെറ്റീരിയലൊന്നും പിന്നിപ്പോവോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ കുറച്ച് നല്ല റേറ്റ് കുറവെടുക്കാതെ ഒരു മിനിമം റേഞ്ചിലെല്ലാം എടുക്കുമ്പോൾ നമുക്കങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈ ഒരു ടൈപ്പ് ഒരു കൊറിയൻ മോഡൽ എന്ന് തന്നെ പറയാം. ഈ ഒരുപാട് കളക്ഷൻ കാണുന്ന സമയത്ത് അതും ഒരു കൺഫ്യൂഷനാണ്. കുറച്ചുണ്ടാകുമ്പോൾ നമ്മൾ വേഗം ഇല്ലയിൽ വെച്ച് നല്ല നോക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെയും വരും. ഇത് കുറേ ഉണ്ടാകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, ഇതാണോ അതാണോ എന്നിട്ട് ആദ്യത്തെ ദിവസം ഒന്ന് എടുത്തിട്ട് പോയി, എന്നിട്ട് പിന്നെ അത് വന്നിട്ട് പിറ്റേ ദിവസം മാറ്റി, അങ്ങനെയെല്ലാം തന്നെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ പെരുന്നാൾക്ക് നേരത്തെ എടുക്കുന്നുണ്ടെങ്കിൽ നോമ്പിന് അത് പിന്നെ മാറ്റലേ പണി ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എടുത്താൽ ഒരു പ്രാവശ്യമല്ലേ അങ്ങനെ മാറ്റുള്ളൂ. ഞാനെന്തോ വേഗം പോയിട്ട് വേഗം എടുത്തിന്, ഇങ്ങനെ ടൈമിന് കളയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യമെല്ലാം വേഗം സെറ്റാക്കിന്. ഇനി മക്കളെ ഡ്രസ്സാണ് സെർച്ചിങ്ങിലാണ്. അമ്മ ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ അതങ്ങനെ എടുക്കും. അവർക്ക് മാച്ചാകുന്നുണ്ടോ ഇട്ടെല്ലാം നോക്കിയിട്ട് അങ്ങനെ എടുക്കാനാണ്. കുറേ എന്തെല്ലോ മോഡൽസ് കാണുന്നുണ്ട്, എന്തെല്ലോ വെറൈറ്റി ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത്
വെച്ചത് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ ആണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ തിരിച്ചെല്ലാം വന്ന് ഇതിനിപ്പോൾ പെരുന്നാൾ തലേന്നിൻ്റെ വിശേഷങ്ങളാണ്. മൈലാഞ്ചി ഇടൽ പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വരച്ച ഡിസൈനെല്ലാം ഞാൻ കുറച്ച് ചെറിയ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിലിടുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് പെരുന്നാളിന്. ഇതൊരു ലൂസ് ടൈപ്പ് പ്ലാസോ, ലൂസ് ടൈപ്പായിട്ടുള്ള പാൻറ്റും പിന്നെ അതിനൊരു ടോപ്പും, നല്ല മിറർ വർക്കെല്ലാം ആയിട്ടുള്ളൊരു ടോപ്പ്. വെറൈറ്റി മോഡലായതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായിട്ട് എടുത്തതാണ്. നല്ല ബ്രാൻഡഡാണിത്, കോർട്ടിഗിയാനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊറിയൻ ടൈപ്പിലുള്ള ലൂസ് ടൈപ്പ് പാൻറ്റും ഓവർ കോട്ടും ഉള്ളിലൊരു ടീഷർട്ടും ആയിട്ട് വരുന്ന ആ ഒരു മോഡലാണ്.
കുട്ടികൾക്ക് എടുത്തിട്ടില്ലേ ഇതുപോലെയുള്ളൊരു സെറ്റായിട്ട് ജീൻസിൻ്റെ ഒരു ലൂസ് ബാഗി ജീൻസ് എല്ലാം പോലത്തെ ഒരു ടൈപ്പ് പാൻറ്റും ഓവർ കോട്ടിലെ ഡ്രസ്സ്. അങ്ങനെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്ത് ചെയ്ത് ബീഫ് ഫ്രൈ എല്ലാം രാവിലെ ഉണ്ടാക്കി. അങ്ങനെ രാവിലത്തെ നാസ്തക്ക് എന്ത് ചെയ്ത് പത്തിരിയും ബീഫ് ഫ്രൈയും, പിന്നെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, സാലഡ്. ഈ പെരുന്നാളിന് അങ്ങനെ ഒരുപാട് ഗസ്റ്റൊന്നുമില്ല. മിക്കവാറും എല്ലാവരെയും നാട്ടിലേക്ക് പോയി. പിന്നെ കുറേ ആൾ ഫാമിലിയെല്ലാം നാട്ടിൽ വന്ന്. അതുകൊണ്ട് അങ്ങനെ ഗസ്റ്റ് ഉണ്ടായിട്ടാണ് എനിക്ക് അപ്പുറത്തെ വീട്ടിലും എൻ്റെ നെയ്ബേഴ്സിനും എല്ലാം ഫുഡ് കൊടുക്കാനെല്ലാം ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ഉച്ചയാകുമ്പോൾ ഒമാൻ ബോർഡറിൻ്റെ അടുത്താണ് ഹത്ത കയാക്ക്, ഹത്ത ഡാമും എല്ലാം ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. പോയി നോക്കാം. മലകളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ് തന്നെ. അപ്പുറത്ത് ഇപ്പുറത്ത് ഒരുപാട് മലകളും ഇതെല്ലാം കാണുന്നുണ്ട്. പുഴകളൊന്നും കാണില്ല. അങ്ങനെ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഇവരെ ബസ്സുണ്ട്. വലിയ ബസ്സിൽ നമ്മളെ കൊണ്ടുപോകും. സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു ബസ്സല്ല, 2 ബസ് കയറിയിട്ട് വേണം ഹത്ത ഡാമും കയാക്കലുള്ള സ്ഥലത്തേക്ക് പോകാൻ. അത് ആ കാണുന്ന ബസ്സിലാണ് നമ്മൾ ഇനി പോകേണ്ടത്. അത് ഫ്രീ ആയിട്ട് തന്നെ അവർ ഇത് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ അതിൽ കയറിയിട്ട് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇടയിൽ ഇങ്ങനെ സൈഡിൽ നമുക്ക് ഫുഡും ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഇങ്ങനെ സൈഡിൽ ഇത് കാണുമ്പോൾ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട് കാണാൻ. ഏകദേശം ഒരു നമ്മോട് എത്തിക്കഴിയുമ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട്. ഒരുപാടൊന്നും വൈകിട്ട്, പക്ഷേ എങ്കിൽ അന്നത്തെ ദിവസം എന്തോ ഒരു മഴ പെയ്യാൻ പോകുന്ന പോലെ ആയിട്ട് ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണുള്ളത്. അപ്പോൾ തന്നെ പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു 4 മണി ആ സമയമാണ്. പക്ഷേ എങ്കിൽ ആ സമയത്ത് വെയിൽ വേണ്ടല്ലേ, പക്ഷെ നല്ല തണലുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മിങ്ങനെ പോവുന്ന ഓരോരോ വർത്താനെല്ലാം പറഞ്ഞ് ഈ ബസ്സിൽ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ. അങ്ങനെ പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, പെരുന്നാളിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ ഭയങ്കര റഷുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. പക്ഷേ എങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു രസം. അങ്ങനെ നമ്മളെ യാത്ര തുടരുന്നു. ഇപ്പോൾ സ്പോട്ടിലെത്തണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു ബസ് കൂടെ കയറേണ്ടി വരും. ഒന്നും ചാർജൊന്നും ചെയ്യണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ടുവന്നതാണ്.
അങ്ങനെ നമ്മളെ കയാക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതാ ഈദിൻ്റെ വെടിപൊട്ടിക്കലാണ്. അതിങ്ങനെ കണ്ടുകൊണ്ട് റോഡിലേക്ക് പോയെന്ന്. ഈദായതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. കീമ റോസ്റ്റും പൊറോട്ടയും എല്ലാം കഴിച്ചു. ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചു. സാൻഡ്വിച്ചും ജ്യൂസും അങ്ങനെയെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ അല്ലയിലേക്ക് വെച്ച് പിടിച്ച് ഏകദേശം ഒരു രാത്രി 11-12 മണിയാകുമ്പോൾ നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഇത് എന്നിട്ട് നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം പോയ ഷോപ്പിംഗ് ആണ്. അതായത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ബാഗും പിന്നെ ഐറ്റംസും അതെല്ലാം പർച്ചേസ് ചെയ്യാൻ. ഈ ഒരു ഇത് ലോക്കുള്ളൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഈ പസിലൊന്ന് കറക്റ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ലോക്ക് ഓപ്പൺ ആവുള്ളൂ. അത് ഒരു വെറൈറ്റി ഉണ്ട്. ആ പസിൽ കറക്റ്റ് ആക്കിയാലും അത് ഓപ്പണായി. അങ്ങനെ ബാഗിൻ്റെ സെർച്ചിങ്ങിലാണുള്ളത്. ഒരു ട്രോളി മോഡൽ ബാഗ് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ആണുള്ളത്. കാരണം ഇവർക്ക് ഒരുപാട് ബുക്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത് ചുമന്നിട്ട് പോകുന്നതിനേക്കാൾ ഇങ്ങനെ ട്രോളി ബാഗ് ആകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുത്ത് പോവാമല്ലോ. അപ്പോൾ ആ ഒരു ബാഗെല്ലാം സെർച്ച് ചെയ്യുന്നു. ഇത് വേറൊരു ലുലുവാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അന്നും നല്ല ബിസി. അങ്ങനെ നമ്മൾ ബാഗും ബുക്സെല്ലാം ഈദിൻ്റെ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബുക്സും ബാഗും പൊതിയും പെന്നും ബാക്കിയുള്ള ആക്സസറീസും കിറ്റും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. കാണിച്ചോ? മറ്റേ ട്രോളി ബാഗ് ആദ്യമുള്ളത് ബുക്ക്. ഇന്നുണ്ട് വേഗം കാണിച്ചേ. ബാഗ് ഗെയിമിൻ്റെ ബാഗ് എൻ്റെ ട്രോളി ബാഗ് ആദ്യം തന്നെ ഇല്ലേ നമുക്ക് രണ്ടാക്കും രണ്ട് ബുക്ക് ആകാറുണ്ട്. ഇതിൻ്റെ ബാഗത്തെ കാണിച്ചു ബാത്റൂം ബോട്ടിലെടുക്കും. നല്ല കട്ടിയില് അദസീവ് സെൽഫ് അദസീവ് റോളാണ്. രണ്ടിനും വേറെ വേറെ ഡിസൈൻ ഉണ്ട്. ഇതെൻ്റെ വാട്ടർ ബോട്ടില്. ഇപ്രാവശ്യം നമ്മൾ സ്റ്റിറോ ടൈപ്പാണ്. നല്ല വാട്ടർ ബോട്ടിലാണ്. അയ്യോ അങ്ങനെ വാട്ടർ ബോട്ടിൽ ഇതാ എൻ്റെ ബാഗിന് മാച്ചായ വാട്ടർ ബോട്ടില്. ഓളത് വേറെ ടൈപ്പ് സ്ട്രോ ആണ്. കണ്ട കടിച്ചതും
ഇങ്ങനെ ലോക്ക് ചെയ്ത ഇത് തുറക്കാനാവില്ല. ലോക്ക് ചെയ്യട്ടെ. പിന്നെ ഓളൈൻ്റെ പ്രത്യേകത കാണിച്ചാ. അയ്യോ ഞാൻ പറഞ്ഞത് പിടിച്ചോ. ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം കണ്ട ഈ സാധനം എടുത്തിട്ട് കീറില്ല. നോക്കിയാ ഇപ്പൊ ഇങ്ങനെ പിടിക്കാം. പക്ഷെ ഞാനൊന്നും പിടിക്കൂല. കഴുത്തിലിടുന്ന പോലെ അല്ലേ, മറ്റേ ബാഗ് പോലെ ഇടാ. KG2 ഉള്ള ഇത് തുറക്കാനൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞത് ഇതാ. ഇനി ബാഗിന്റെ കൂടെ കിട്ടിയിട്ട് ഒരു കിറ്റ് പൗച്ചല്ല അതോ? നമ്മൾ ഇതാണ് പൗച്ച്. എൻ്റെ ബാഗിൻ്റെ ഇതാണ് കിറ്റ്. ഇങ്ങനെ ഇതിനടുത്ത് പൗച്ച് രണ്ട് സെയിമാണ്. മോഡൽ വ്യത്യാസം. മോഡല് വ്യത്യാസം. ഇനി വേറെ ബാഗിന്റെ ഉള്ളിലാകെ മാർക്കറേ ഉള്ളൂ. ഇഷാന്റെ അത് കാണിച്ചാ പിന്നെ വെറൈറ്റി. ഇത് ക്യൂട്ട് പെന്നാണ്, ജെല്ലിൻ്റെ പെന്ന്. ഇത് ഇപ്രാവശ്യം 12 സ്കൂൾ ഷോപ്പിംഗ് പോയത് വാങ്ങിയതല്ലേ. എല്ലാ കളേഴ്സും ഉണ്ട് അല്ലേ. ഗ്രീൻ എടുത്ത ഇതാ ഗ്രീൻ ഇത് എലിഫന്റ്. എന്റെ മാർക്കർ ഇതെങ്ങനെ തുറക്കും? സ്ക്വയർ അല്ലേ? ഇത് ഡബിൾ ഷാഡോ ഷെയ്ഡ് വേറെ ഇതാണ്. അതിന്റെ ഇങ്ങനത്തെ ഡിസൈൻസ് ഉണ്ടാവുള്ളൂ. അയ്യോ ഇത് കളർ ഞാനും വാങ്ങിയത് സ്കെച്ചസ്. ഇത് വാട്ടർ കളർ സ്കെച്ച്. അതിൽ എത്ര കളറുകളെന്ന് 24 24. ഇതിനുള്ളിൽ അപ്പൊ അതല്ല ഇല്ലേ? അതിന്റെ ബുക്സ് എടുക്കാം. പിന്നെ ഹൈലൈറ്റർ. ഹൈലൈറ്ററോ? ഇത് സാധാ നോർമൽ കളർ. ഹൈലൈറ്റർ നല്ലതാണ്. ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് എല്ലാം ഇതാണ് ഹൈലൈറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട മഞ്ഞ. ഓരോ ലെസൺ ഓരോ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്താൽ പഠിക്കുമ്പോൾ ഓർമ്മ കിട്ടും. നല്ല പഠിക്കാൻ പറ്റും. ബുക്സ് എടുക്കാം. അത് ഇന്നെ ബുക്കാ കാണിച്ചേ? ഏതെല്ലാം ബുക്കില്ലേ നോക്കളാം. ഇത് ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് ഉണ്ട്. മാത്സ് മാത്സ് ടെക്സ്റ്റ്. ഞാൻ ഗ്രേഡ് 1 അതേത്? പിന്നെ ഒരു ടെക്സ്റ്റ് GK. നോക്കട്ടെ. അല്ല ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാ. ഇങ്ങനെ രണ്ടാമത് എല്ലാവർക്കും കിട്ടുമായിരിക്കും ഒരു നോട്ട്. ഈ ഒരു ടൈപ്പില് ഇത് നമ്മളെ സ്കൂൾ നോട്ട് ബുക്കാണ്. സ്കൂളിൽ നിന്ന് സ്കൂളിന്റെ നോട്ട് നെയിമല്ലോ ഇല്ല. UKG-ലേക്ക് കിട്ടിന്. പിന്നെ പർപ്പിള് ഈ അസൈൻമെന്റ് ബുക്ക്. എനിക്കിങ്ങനെ അസൈൻമെന്റ് ബുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രൊജക്ട് റെക്കോർഡ്. ഇത് 2 കളർ സെയിം ആയിട്ട്. ഇതെല്ലാം ഓരോ ബുക്കാണ്. ഇതെല്ലാം നോട്ട് ബുക്കാണ്. ഇത് ബ്ലൂ, ഒന്നുകൂടി ബ്ലൂ. ഇത് സാധാരണ നോട്ട് ബുക്കാണ് ഫുള്ള്. ഒന്നുകൂടി ബ്ലൂ. ഇങ്ങനെ ഉണ്ടാവും നോട്ട് ബുക്കിന്റെ ഉള്ളിൽ. ഇത് കോപ്പി ബുക്ക് അല്ലേ? അപ്പം ടീച്ചറിന്റെ സൈന്. എനിക്ക് അറിയില്ല. അല്ലേ അറിയില്ല. പിന്നെയും ബ്ലൂ. ഇതെല്ലാം കോപ്പിയാണ്. ബ്ലൂ കളറല്ല. എല്ലാം കോപ്പിയല്ല, എല്ലാം കോപ്പി തന്നെ. ഇതെന്തോ
ടീമിന്റെ സയൻസ് ബുക്ക്. സയൻസ് ടീമിന്റെ ചിത്രമില്ല. പിന്നെ നമുക്ക് ആർട്ട് പീരീഡും മ്യൂസിക് പീരീഡും ഉണ്ടാവും. ആർട്ട് ബുക്ക് അതിലൊന്ന് എന്റെ ഇഷ്ടപ്പെട്ട ആർട്ട് ഒന്ന് സെലക്ട് ചെയ്യുമ്പോ ആർട്ടാണ് ഞാനെല്ലാം തുറന്നു കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു അയ്യോ ഇത് ഫസ്റ്റ് അല്ലല്ലോ ഇത്. ഇവിടെ കുറേ ഷേപ്സ് ഉണ്ട്, അതിന് കളർ കൊടുക്കണം. ഇവിടെ കാണിക്കും. രണ്ടാമത് ഇങ്ങനെ മ്യൂസിക് ഇതിലെന്തെങ്കിലും ഇങ്ങനെ വർക്കിനായിട്ട് ഇതാണ് നല്ല രസം ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. പെൻസിലിന്റെ പെൻസിൽ കൊണ്ട് ഇതുപോലെ ചെത്തിയിട്ട് ഫ്ലവർ ഉണ്ടാക്കാനാണ് അല്ലേ? ഇഷാക്ക് 6th എന്തെല്ലാം ബുക്ക് കാണിച്ചേ? 6th ഇതിലിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടതെല്ലാം ആർട്ട് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആർട്ട് ബുക്ക് ഞങ്ങൾക്ക് 5th ആർട്ട് ബുക്ക് കിട്ടണേ. ഇതല്ലേ മാറ്റം 6th കിട്ടിയിട്ടല്ലേ? ആദ്യം കിട്ടിയത് ഇത് ഹിസ്റ്ററി, ജിയോഗ്രഫി, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ഇത് 5ാം ക്ലാസ്സിലൊന്നും ഇത് ഉണ്ടായിട്ട. പിന്നെ അതിൻ്റെ എല്ലാം തടിച്ചത് ടെക്സ്റ്റ്. മാത്സ് ഇതെന്താണ്? ഇംഗ്ലീഷ്. ഇതെന്ത് തടിയം പാറുവാ? ഇത് ഇംഗ്ലീഷ്. നമുക്കൊന്ന് പാർട്ട് 1 പാർട്ട് 2 ഇല്ലാതെ രണ്ടും ഒരുമിച്ച് തന്നെ അല്ലേ? ഇത് 3 തടിയം പാറും. ഇത് GK എഴുതുന്നതാണ്. പിന്നെ ഇത് ഡാഫോഡിന്റെ ഇംഗ്ലീഷ് റീഡർ വർക്ക് ബുക്ക്. ഇത് സയൻസ്. പിന്നെ ഇത് മാത്സിന് മാത്രമില്ല ഈ കളർ. ഇത് പ്രൊജക്റ്റ് ബുക്ക്. പിന്നെ ഇത് ഗ്രാഫ് ബുക്ക്. ഇത് എന്ത് ബുക്കാണെന്ന് നമുക്കറിയില്ല. ഓറഞ്ച് കളർ. ഇതിന് ബുക്ക് കിട്ടാനുണ്ടല്ലേ? കൊറേ ഒരു നോട്ടും അധികമൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ സ്കൂളിൽ നാളെ തുറക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി പൊതിയുണ്ട്. ഫുള്ളും പൊതിയുണ്ട്. നേരത്തെ 2 പൊതിയുണ്ട്. ഓക്കെ ബൈ.